സ്കില്ല് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രോഗ്രാം ദിവസം 5 വീഡിയോ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോഗ്രാമും കറക്റ്റായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രണ്ടുമാണ്. പിന്നെ ഇപ്പൊ മാരത്തോണിനുള്ള കസ്റ്റമറെ ഞാൻ 6 കസ്റ്റമർ ഇപ്പൊ എന്റെ റെഡി ആയിട്ടുണ്ട്. 2 കസ്റ്റമർ തിങ്കളാഴ്ചക്ക് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് ഇപ്പൊ എന്റെ റിസൾട്ട്. ഇപ്പൊ ദിവസം കസ്റ്റമർ എന്തായാലും ഈ മാരത്തോണും ഈ ഇതെന്താണ് ഈ പ്ലക്സ് 45 ചെയ്യുന്നത് കൊണ്ട് എന്താ വെച്ചാൽ ദിവസം കസ്റ്റമർ വരുന്നുണ്ട്, പുതിയ പുതിയ കസ്റ്റമർ ആഡ് ആവുന്നുണ്ട്. അതാണ് ഇന്ന് കിട്ടിയ ഒരു റിസൾട്ട്. അതാണ്. ഓക്കെ, താങ്ക്സ്. എല്ലാ കോർഡിനേറ്റേഴ്സും. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അൻസിത എന്നാണ്, എറണാകുളത്ത് നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. എന്റെ വർക്ക് എന്ന് പറയുന്നത് വോളിയം പോയിന്റ്, വീക്ക്ലി വോളിയം പോയിന്റ് കളക്ട് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ട് നമ്മളുടെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. അത് എല്ലാവരും തരുന്നുണ്ട്, എന്നാലും കുറച്ചു പേര് തരില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തരാതിരിക്കുന്നതുണ്ട്. എന്നാലും ഒരുവിധം എല്ലാവരും തരുന്നുണ്ട്. പിന്നെ അടുത്തത് ഫ്ലെക്സ് 45 നമ്മളിപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് ജോയിൻ ആയ ആൾക്കാരെല്ലാവരും ഇതിലുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ 2 വർക്കാണ് ഞാൻ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. നെക്സ്റ്റ് കോർഡിനേറ്റർ. ഹായ്, ഗുഡ് ഈവനിങ്. നാജിയാണ്. ഇപ്പോ ഞാൻ ഇപ്പൊ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഫ്ലെക്സ് 45 ഇത് നടക്കുന്നുണ്ട്. ഏകദേശം 19 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രസന്റേഷൻ സ്കില്ല് അതിപ്പോ ഇതുവരെയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹലോ, അജ്മൽ മ്യൂട്ട് ചെയ്യും അജ്മൽ. ഓക്കെ, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. മാരത്തോണിന് ഇപ്പൊ 4 പേര് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത 4 പേർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല രീതിക്ക് പോകുന്നു. പിന്നെ എന്റെ ടൈം കീപ്പർ എന്നുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. അത് ഓരോ പ്രോഗ്രാം വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ആ സമയങ്ങളിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്, അഷ്റഫാണ്. എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്ന് പറയുമ്പോൾ പവർ ടീം. കാരണം നമ്മളെ മൊത്തം ടീമിനെ പവറാക്കുക, അവരെ ആക്ടിവിറ്റി കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്ലബിലെ ആക്ടിവിറ്റി, പുറത്തുള്ള ആക്ടിവിറ്റി കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ചെയ്യലാണ്. അപ്പൊ നമ്മൾ ബൂസ്റ്റിങ് അപ്പൊ എല്ലാ ക്ലബ് ഓണേഴ്സിനും ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു ദൗത്യം. അത് സത്യം പറഞ്ഞാല് അത് ബൂസ്റ്റ് ആവുന്നുണ്ടോന്ന് വെച്ചാല് ഇല്ല. അത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ 2 പേരെ, അത് 2 പേരുണ്ടായിരുന്നു. ഇപ്പൊ അത് അവര് 3 പേരുണ്ട്. ചേഞ്ച് ചെയ്ത് ഇപ്പൊ 2 പേരെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒന്ന് ഷൈനി, അതുപോലെ തന്നെ റുക്കിയ, പിന്നെ നമ്മളെ ഫിറ്റ്ലൈറ്റത്തെ ഒരാളും കൂടി ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. സഹകരണം, എല്ലാ കോർപ്പറേഷനും കറക്റ്റ് ആയാലാണ് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം നമ്മളൊരു മാസം പിന്നിട്ടിട്ടുണ്ട്. അടുത്ത മാസം, ബാക്കി 2 മാസം നമ്മൾ മുന്നിലുള്ളത്. ആ മാസം കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് നടക്കുന്നുണ്ട്, ഫ്ലെക്സ് 45 നടക്കുന്നുണ്ട്, അതുപോലെ മാരത്തോണിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും മാരത്തോണിന്റെ 2-3 പേര് ആയിട്ടുണ്ട്. ഒരാൾ മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾ തിങ്കളാഴ്ച ബാക്കിയുള്ള ആളുകൾ റെഡി ആവുമെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ ധർമ്മരാജനാണ്. എന്നെ ഏൽപ്പിച്ച ഈ ഹൈബ്രിഡ് കാര്യങ്ങളായിരുന്നു. അത് ഈവന്റ് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലസ് 45 ചെയ്തപ്പോൾ അതിൽ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ 2 പ്രാവശ്യം 7 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും 1 തുടങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് 7 എത്തി നിൽക്കുകയാണ്. 45 ആണ് എൻ്റെ പീരീഡ്. പിന്നെ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതൊക്കെ ഒരു കൺസിസ്റ്റന്റ് ആയി ചെയ്യണോണ്ട്, ആക്ടിവിറ്റി സ്ഥിരമായിട്ട് ചെയ്യണോണ്ട് ഉള്ള റിസൾട്ട് കാണുന്നുണ്ട്.
അത് കൺസിസ്റ്റൻസി ഓരോ കാര്യത്തിലും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആണ് ഇപ്പൊ നമ്മൾ ഇതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഗുഡ് ഈവനിങ്, ഹസീനയാണ്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സക്സസ് സ്റ്റോറി കോർഡിനേറ്റർ വിത്ത് റിപ്പോർട്ടർ ആണ്. അപ്പോൾ സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ HOM, അതേപോലെ നമ്മൾ മോർണിംഗ് നടക്കുന്ന എഡ്യൂക്കേഷൻ സെഷന്, വൈകിട്ട് നടക്കുന്ന ഹാബിറ്റ് ടു ഹെൽപ്പ് സെമിനാർ, അക്കാഡമികളിലേക്ക് സക്സസ് സ്റ്റോറി ശേഖരിച്ചിട്ട് അവരെ കൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്റ്റോറികൾ പറയാൻ, നല്ല റിസൾട്ടുകൾ പറയുന്ന സമയത്ത് എല്ലാവരും അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, വീണ്ടും വീണ്ടും പറയിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഇതുവരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നെ ഏൽപ്പിച്ചത് ഇത് ജോബ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്, സതീഷാണ്. ഓടി കേൾക്കണ്ടോ? ഓക്കെ അല്ലേ? എന്നെ ഏൽപ്പിച്ച കാര്യം ഒന്ന് സക്സസ് സ്റ്റോറി ബാക്കപ്പ് ചെയ്യാനാണ്. അത് സക്സസ് സ്റ്റോറി എന്റെ അടുത്ത് എത്തുന്നിട്ട് അത് ഞാൻ എങ്ങനെ ടൈമിനെ എങ്ങനെ ചുരുക്കാം, എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യാം, അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നാണ് എന്നെ ഏൽപ്പെടുത്തിയ ചുമതല. പിന്നെ ഫ്ലെക്സ് ഫോർട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ദിവസം കട്ടായി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ചെയ്തിരുന്നു. ഇന്നലെ മോനൊരു ആക്സിഡന്റ് കാരണം ഹോസ്പിറ്റലൈസ് ഒരു 1:30 രാത്രി എത്തിയത്, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്തു 1 ടൈം മുതൽ. പിന്നെ സ്കിൽ ഡെവലപ്മെന്റിൽ എനിക്ക് ഇൻചാർജ് ഉണ്ടായിരുന്നു. അവർ നമ്മളിപ്പോ വീഡിയോ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി അനുഷ്ക പുതിയൊരു മെത്തേഡ് കൊണ്ടുവല്ലേ, ആ മെത്തേഡിൽ കുറച്ച് പേര് മാത്രമേ വീഡിയോ ചെയ്ത് അതിന്റെ റിവ്യൂ പറയാൻ കമ്മിയുള്ളൂ. കാരണം ഞാൻ അതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് കോർഡിനേറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് പെർഫോം ചെയ്യുന്നു. ഒരുപാട് മാറ്റം ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. എനിക്കും പേഴ്സണലായിട്ട് നല്ല മാറ്റം ഉണ്ട്. ഈ നമ്മളിപ്പോ ഈ വീഡിയോ സംഭവം പറഞ്ഞല്ലോ, വീഡിയോ ചെയ്യുന്നത് രാവിലെ ചെയ്യുന്നത് ഭയങ്കര മാറ്റം. ഇപ്പൊ നമുക്ക് കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പൊതുവെ ഒരാളുടെ സംസാരിക്കാൻ പോകുന്ന ഒരാളായിരിക്കും. ഇപ്പൊ എത്ര തിരക്കിലായിരുന്നു വീഡിയോ എടുത്ത് ചെയ്യാനൊരു ഭയങ്കര കോൺഫിഡന്റ് ഒന്നുണ്ട്. ഇന്നലെ നാട്ടിൽ പൂരായിരുന്നു, വൈക്കത്തൂര് നാട്ടിൽ വെച്ച് പൂരായിരുന്നു. ആ പൂരത്തിനിടയിലെ ഞാൻ ചെയ്തിരുന്നു വീഡിയോ. അപ്പൊ അത്രയും ഇന്നിപ്പോ 8ാം ദിവസമായാലും 7 ദിവസം കൊണ്ടിലേക്ക് മാറ്റം, ഭയങ്കര മാറ്റമായിരുന്നു. താങ്ക് യു ഓൾ. ഞാനിപ്പോ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അവരവരെ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത് മനസ്സിലായി. പിന്നെ ഇതിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരവാദിത്തം എന്താന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ മീറ്റിങ്ങിലും കറക്റ്റ് ആയിട്ട് കയറുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അത് ഞാൻ കറക്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവരും എല്ലാ മീറ്റിങ്ങിലും കയറുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് മാരത്തോണിലേക്ക് എനിക്ക് 4 കസ്റ്റമറെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് അസോസിയേറ്റും ഉണ്ട്. അങ്ങനെയാണ്. താങ്ക് യു. ഇനി ഏതെങ്കിലും ആരെങ്കിലും കോർഡിനേറ്റേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. തുടങ്ങല്ലേ നമുക്ക് പരിപാടി? ഓക്കെ. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഗുഡ് ഈവനിങ് പറഞ്ഞേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വീഡിയോ ഓണാക്കണേ. ഞാൻ വീഡിയോ ധർമ്മേട്ടൻ പറഞ്ഞതുപോലെ, കാരണം നമ്മളെ പരിപാടിയാണ്, നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ ഇത്. അപ്പോ നല്ല അലേർട്ടായിട്ട് എല്ലാവരും ഇരിക്കുക. എൻഡ് ഓഫ് ദ സെഷൻ നമ്മളെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ഷക്കീല മാഡം നമുക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. മാഡം ലൈനിൽ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഉണ്ട്. എന്തായാലും ജോയിൻ ചെയ്യും. മാഡത്തിന്റെ വിലപ്പെട്ട വാക്കുകൾ, ഇതിന്റെ കൺക്ലൂഷൻ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരാഴ്ച നമ്മൾ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ് നമ്മളെ പ്രോഗ്രസ്സുകൾ എന്ന് സ്വയം വിലയിരുത്താനും ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടിയും നമ്മൾ ഈ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ കാണേണ്ടത്. ഇത് RPL ഫിറ്റ് ലൈഫ് ടീമാണ്. കാരണം രാജ്കുമാർ സാറാണ് നമ്മുടെ സിസ്റ്റം ലീഡർ. ഈ സിസ്റ്റം ലീഡറിന്റെ കീഴിൽ നടക്കുന്ന ഒരു ക്യാപ്റ്റൻസിയാണ് ഫിറ്റ് ലൈഫ് ടീം എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യങ്ങൾ വലുതാണ്. അത് നിങ്ങൾക്ക് വഴിയെ ഞാൻ മനസ്സിലാക്കി തരാം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മള് സെമിനാറിനൊക്കെ പോകുന്ന സമയത്ത് ഒരു അസോസിയേറ്റ് ആകാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്ന സമയത്ത് 7 റൂളിനെ കുറിച്ച് പറയാറുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന റൂളുകൾ. എന്താണോ അത്? ഓണസ്റ്റി ആണ്, ഇന്റഗ്രിറ്റി ആണ്, യൂസ് ഓൾ പ്രൊഡക്റ്റ് യു ആൻഡ് യുവർ ഫാമിലി, കൺസിസ്റ്റന്റ്
a time investment, willingness to learn, practice, 1 year, attend all the training, talk to your trainer daily. ഇത് പുതിയതായിട്ട് ബിലോ സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ബിലോ സൂപ്പർവൈസർ ആയിട്ടുള്ള ആൾക്ക് കൂടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് വായിക്കാൻ പറ്റുമോ? സൂപ്പർവൈസർ എല്ലാവരും ഓപ്പൺ ആക്കണം. ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എനിക്ക് ഇതിലായിട്ട് ഇഷ്ടപ്പെട്ട പോയിന്റ്, യൂസ് ഓൾ ദ പ്രൊഡക്റ്റ് യു ആൻഡ് യുവർ ഫാമിലി. Big round of applause to Kais. ഒരു നല്ല ഡീറ്റെയിൽ നമ്മുടെ ഒരു എനർജി മറ്റുള്ളവരിലേക്ക് കാണിക്കാനും നമുക്ക് ആരോഗ്യമായിട്ട് ഇരിക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടീം വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻസിന്റെ കീഴിൽ നല്ല ടീം വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ. അതുകൊണ്ട് തന്നെ നമുക്കുള്ള അറിവിനെ ഈ ടീമിൽ ആർക്കൊക്കെയാണോ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ അവരുടെ അറിവുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മളെ കോർ വാല്യൂ. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. പിന്നെ ഇതിലൂടെ തന്നെ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ലൈഫ് ലോങ് ലേണിംഗ്. നമ്മൾ ജീവിതാന്ത്യം വരെ നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച ആൾക്കാരാവണം. പോസിറ്റീവ് മൈൻഡ് സെറ്റ്, എപ്പോഴും നമ്മൾ നല്ല മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. അക്കൗണ്ടബിലിറ്റി, നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഹെർബലൈഫ് സംബന്ധമായിട്ട് കണക്ക് കാര്യങ്ങൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അൺലിമിറ്റഡ് റെക്കഗ്നേഷനും നമുക്ക് കിട്ടണം. ഇതാണ് നമ്മുടെ കോർ വാല്യൂ. ഓക്കെ, അടുത്തതാണ് നമ്മളെ വിഷനും മിഷനും. നെക്സ്റ്റ് ലൈൻ. നമ്മളെ വിഷൻ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് പീപ്പിൾ ലൈഫ് ദെയർ ബെസ്റ്റ് ലൈഫ്, ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ള ഒരു വലിയൊരു കൂട്ടായ്മന്റെ ഭാഗമാണ് നമ്മളെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളെ വിഷൻ എന്താ? പ്രീമിയം ലെവലിൽ ഹെൽത്ത് വൈസ് ആവട്ടെ, വെൽനസ് വൈസ് ആവട്ടെ, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ. അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നതാണ് നമ്മളെ വിഷൻ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. നമ്മൾ ഫിറ്റ് ലൈഫിന്റെ ക്യാപ്റ്റൻ ടീമാണ്. നെക്സ്റ്റ് ലൈൻ. നമ്മളെ ടീം മുന്നോട്ട് വഹിക്കുന്നത് എല്ലാവരും അടിവാരിട്ടിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള അസോസിയേറ്റ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ റൂട്ട് കനാലാണ് ശരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. റൂട്ട് മാപ്പ്. ഇതിലുള്ള ആൾക്കാർ ഏത് തലത്തിലുള്ള ആൾക്കാരാവട്ടെ, ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, നിറം വ്യത്യാസം ആവട്ടെ, വിദ്യാഭ്യാസ യോഗ്യത കുറവുള്ള ആവട്ടെ, സീനിയർ ആവട്ടെ, ജൂനിയർ ആവട്ടെ, എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാവണം. മറ്റുള്ളവരെ തകർക്കുകയോ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ആൾക്കാരാവരുത്. ലൈഫ് മൈൻഡഡ് പീപ്പിൾ ആയിരിക്കണം. ഓക്കെ, നമ്മളെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അൻസാർക്കയും ഷെക്കിതാത്തയും പ്രിയപ്പെട്ട രാജ് സാറിന് കൊടുത്തിട്ടുള്ള ഒരു വിഷൻ, ഒരു ഗോളാണ് 82 സൂപ്പർവൈസർ അവരുടെ 3 ലെവലിൽ 2026 ജനുവരി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അതിന്റെ എല്ലാ വക്താക്കളാണ് നമ്മൾ. ഓക്കെ, നമ്മുടെ ടൂർ ക്വാളിഫിക്കേഷൻ, രാജ്കുമാർ സാറ് മുന്നോട്ട് വെക്കുന്ന ടൂർ ക്വാളിഫിക്കേഷൻ നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തയ്യാറാവണം. നമുക്ക് പുതിയ പുതിയ അച്ചീവ്മെന്റുകൾ, പിൻ ലെവലുകൾ മാറണം. വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, മാരത്തോൺ, അടിപൊളി. നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് വരാൻ പോകുന്ന പുതിയൊരു പ്രോഗ്രാമാണിത്. വരാൻ പോകുന്ന 15-ാം തീയതി അടുത്ത ഒരു നമ്മളൊരു എയിമാണ് ഹെർബലൈഫ് പ്രീമിയർ ലീഗ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാ വേക്കൻസിയും LDR-ഉം വരുന്ന സെപ്റ്റംബറിലാണ് എക്സ്ട്രാ വേക്കൻസി വരുന്നത്. ഓഗസ്റ്റിലാണ് LDR വരുന്നത്, ലീഡർഷിപ്പ് ട്രെയിനിങ്. അതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസർ ആൻഡ് അബവ് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഫ്ലെക്സ് 45 അടിപൊളി. നല്ലൊരു കയ്യടി കൊടുത്ത ഫ്ലെക്സ് 45. വെരി ഗുഡ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്തതാണ് ഹൈബ്രിഡ് ഇവാലുവേഷൻ. അതിന്റെ പ്രത്യേകം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബിസിനസ് ചെയ്ത് എംപവർ ആവുന്ന ഒരു കൂട്ടായ്മയാവണം നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു പാത്രമാണ് പറയുന്നത്. വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ, നെക്സ്റ്റ് ലൈൻ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. 2 ഗ്രൂപ്പാണ് നമ്മളെ ഫിറ്റ് ലൈഫിന് വേണ്ടിയിട്ടുള്ള. ഒന്ന് ടീം ഫിറ്റ് ലൈഫ് എന്നുള്ള 15K RPL ഗെയിം ചേഞ്ചർ എന്ന ഗ്രൂപ്പ്, 69 മെമ്പേഴ്സാണ് ഉള്ളത്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം. ക്യാപ്റ്റൻസ്, കോർഡിനേറ്റേഴ്സും ശ്രദ്ധിക്കണം, ക്ലബ് ഓണേഴ്സും ശ്രദ്ധിക്കണം. അടുത്തത് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്, അഡ്മിൻ ഓൺലി ആയിട്ടുള്ള ഗ്രൂപ്പാണ്.
ഇത് നിങ്ങൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ എത്ര ആയിക്കോട്ടെ നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവും, ഇതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുക. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോർഡിനേറ്റേഴ്സ് ഇവിടെ സംസാരിച്ചു അല്ലെ. ഈ കോർഡിനേറ്റേഴ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അവർ ക്യാപ്റ്റൻസിനും തുല്യരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. അടുത്തതാണ് പവർ ടീം എന്ന് പറയുന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ കേട്ടു. അവര് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരെ നിങ്ങൾ ഫോളോ കറക്റ്റ് ചെയ്യണം. നമ്മളെ ക്ലബിൽ നടക്കേണ്ട ആക്ടിവിറ്റി കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വരാനുള്ള ഒരു റൂട്ട് കനാല് നിങ്ങൾ ആദ്യം ഒരു മെമ്പർ ആയിട്ടായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക നമ്മളെ ക്യാപ്റ്റൻസ് ടീമിൽ. പിന്നെ നിങ്ങൾ ഒരു സബ് കോർഡിനേറ്റർ ആവണം. അത് കഴിഞ്ഞിട്ട് ഒരു കോർഡിനേറ്റർ ആവണം. അത് കഴിഞ്ഞിട്ട് ഒരു വൈസ് ക്യാപ്റ്റൻ ആവണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അടിപൊളി ഒരു ക്യാപ്റ്റൻ ആവണം രാജ്കുമാർ സാറിന്റെ. ഇതാണ് നിങ്ങളെ റൂട്ട് മാപ്പ്. ഇത് കറക്റ്റ് എല്ലാവരും ഫോളോ ചെയ്യാം. നെക്സ്റ്റ് ലൈൻ. ഇനി നമ്മളെ ടീം അംഗങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ. നമ്മളെ ക്യാപ്റ്റൻ അൻസാർ ആൻഡ് ഷക്കീല അൻസാർ, നല്ലൊരു കൈയടി കൊടുക്കും. വൈസ് ക്യാപ്റ്റൻ ഇറ്റ്സ് മീ അനീഷ് മുഹമ്മദ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. നമുക്ക് ഇപ്പോ 68 മെമ്പേഴ്സ് ആണുള്ളത്. 25 സൂപ്പർവൈസറുകളുള്ളത്. 11 ന്യൂട്രീഷൻ സെന്റർ നമ്മളെ ക്യാപ്റ്റൻസിന്റെ കീഴിലുണ്ട്. 15 പവർഫുൾ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. 23 ഡെഡിക്കേറ്റഡ് അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. ഇനി അവരാരൊക്കെയാണ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മളെ ബിസിനസ് ഗ്രോത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ളത് നസീർ അന്തമാൻ. ഓക്കെ, നല്ല കയ്യടി, ഡിജിറ്റൽ കയ്യടി നല്ല കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ്, അതിന്റെ മുന്നത്തെ സ്ലൈഡ് കിട്ടോളൂ. ഇതിന്റെ മുന്നത്തെ സ്ലൈഡ് അല്ല. ഓക്കെ, അവിടെ നിർത്തിക്കോളും. അവരുടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അന്തമാനിലായത് കൊണ്ട് തന്നെ അവരുടെ മിഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ളത് ഹബീബയാണ്. ഓക്കെ, നെക്സ്റ്റ് പവർ ടീം ക്ലബുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പവർ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ളത് മിസ്റ്റർ അഷ്റഫ് പൈങ്കണ്ണൂരാണ്. അടുത്ത നമ്മുടെ ടൈം കീപ്പർ ആയിട്ടും അതേപോലെ അമേസിംഗ് ആയിട്ടുള്ള മാരത്തോൺ കോർഡിനേറ്റർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മിസ്സിസ് നാജിയ സിക്കന്ദറാണ്. അടുത്തത് പ്രസന്റേഷൻ കോർഡിനേറ്റർ സതീഷ് മുടാൽ. അടുത്തത് നമ്മളെ ധർമ്മരാജേട്ടൻ. ഹൈബ്രിഡ് പ്രോഗ്രാമുകൾ, നമ്മളെ പ്രോഗ്രാമുകൾ ഓഫ്ലൈൻ ആവട്ടെ ഓൺലൈൻ ആവട്ടെ കറക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ധർമ്മരാജേട്ടൻ. അവർക്ക് അസിസ്റ്റ് ചെയ്യുന്ന മറ്റൊരാളാണ് നമ്മളെ മിസ്റ്റർ രഘുവേട്ടൻ. നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കോർഡിനേറ്റർ ആണ് മിസ്റ്റർ അനൂപ് കെ. നമ്മളെ അറ്റൻഡൻസ് നിങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടോ, മാസം നിങ്ങൾ എത്ര പ്രോഗ്രാമിൽ കയറി നമ്മളെ സിസ്റ്റം തരുന്ന, അതേപോലെ നമ്മളെ ഫിറ്റ് ലൈഫ് തരുന്ന പ്രോഗ്രാമുകളിൽ കയറി എന്ന് കറക്റ്റ് മോണിറ്റർ ചെയ്യാനും അവർക്ക് ഗിഫ്റ്റും റിവാർഡുകളും അവാർഡുകളും പ്രഖ്യാപിക്കുന്നതിനെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന ആളാണ് ഞങ്ങൾ അറ്റൻഡൻസ് കോർഡിനേറ്റർ മിസ്സിസ് ഫാത്തിമ ഷക്കീർ. അടുത്തത് നമ്മളെ സക്സസ് സ്റ്റോറി മാത്രമല്ല നടക്കുന്ന പ്രോഗ്രാമുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ ആണ് മിസ്സിസ് ഹസീന. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ ഫിറ്റ്നസ് കോർഡിനേറ്റർ, അതേപോലെ നമ്മളെ വോളിയം പോയിന്റ് കോർഡിനേറ്റർ ആയിട്ട് എറണാകുളത്തുകാരിയാണ് അൻസിത എറണാകുളം. അതേപോലെ നമുക്കിടയിൽ വരുന്ന പോരായ്മകൾ കുറവുകൾ കറക്റ്റ് അത് മനസ്സിലാക്കിയിട്ട് നമ്മളിലേക്ക് ട്രെയിനിങ്ങുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് കോർഡിനേറ്ററുമായിട്ട് കൊളാബ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മിസ്റ്റർ ഷക്കീർ. അപ്പൊ ഇവർക്കൊക്കെ ഇവർ കോർഡിനേറ്റർമാരാണ്. ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വഴിയെ ഓരോരുത്തരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഈ സ്ലൈഡ് മാറ്റിക്കോളൂ. ഇനി അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് മാത്രം വെച്ചാൽ മതി. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഓക്കെ, നമ്മൾ ഈ ഫിറ്റ് ലൈഫിന്റെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് അനവധി അവാർഡുകൾ നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുക. ആരും മാറി നിൽക്കരുത്. എല്ലാവരും മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. കാരണം 68 മെമ്പേഴ്സിനെ ഒരേപോലെ മോണിറ്റർ ചെയ്യാൻ ഒരാൾക്ക് ഒരു ക്യാപ്റ്റനോ ഒരു വൈസ് ക്യാപ്റ്റനോ പറ്റൂല. അതുകൊണ്ടാണ് നമുക്കിടയിൽ കോർഡിനേറ്റേഴ്സും അസിസ്റ്റന്റ് കോർഡിനേറ്ററും വന്നത്. അവരൊക്കെ നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്, നമ്മളെ പോലെ വർക്ക് ചെയ്യുന്നവരാണ്. ആരും ഇവിടെ പണിക്കാരല്ല. സോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതാണ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അത് വീക്കിലി വൈസിൽ
ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കുണ്ട്, മന്ത്ലി വൈസിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന ആൾക്ക്, റീറ്റെയിൽ മാക്സിമം ചെയ്യുന്ന ആൾക്ക്, റിക്രൂട്ട് ചെയ്യുന്ന ആൾക്ക്, വോളിയം പോയിന്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒക്കെ വീക്കിലി വൈസിലും മന്ത്ലി വൈസിലും ഉണ്ട്. ഇനി മുഴുവനായിട്ട് ആത്മാർത്ഥതയും കൂടെ ഒരു ലാഭേച്ഛയും കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ആളെ നമ്മൾ സെലക്ട് ചെയ്യും. അൺസങ് ഹീറോ എന്നാണ് അവരുടെ പേര്. ആ അവാർഡും നമ്മൾ മന്ത്ലി വൈസിൽ ഡെലിഗേറ്റ് ചെയ്യും. പിന്നെ നമ്മളെ ഏറ്റവും മികച്ച പവർ ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതേപോലെ ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് ഉണ്ട്, ബെസ്റ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ അവാർഡ് ഉണ്ട്. ഇത് മന്ത്ലി വൈസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമുക്ക് വരാൻ പോകുന്ന കുറച്ച് പ്രോഗ്രാമുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓഗസ്റ്റ് 13 നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് LDR എന്ന് പറയും. ഇതിന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ്. ഓക്കെ, ആക്റ്റീവ് വെൽറ്റി ആൻഡ് അബോവ് ഉള്ള ഇതാണ് ഈ പ്രോഗ്രാം. മുംബൈ ജിയോ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. അടുത്ത ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്ന RPL ടൂർ ക്വാളിഫിക്കേഷൻ. ചെറിയ ഒരു കോമ്പറ്റീഷൻ ആണിത്. അടുത്ത ഈ വരുന്ന 14 തീയതി 4 മണിക്ക് നടക്കുന്നത് നമ്മളെ ചെയർമാൻ ക്ലബ്ബ് ജ്ഞാനരാജു സാറ് നയിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങും മാരത്തോണിനെ കുറിച്ചിട്ട്. 15 തീയതി മാരത്തോണാണ്, 14 തീയതി നമുക്ക് വേണ്ടിയിട്ട് ചെയർമാൻ ക്ലബ്ബ് നടത്തുന്ന ഒരു ട്രെയിനിങ് ആണ്. കറക്റ്റ് ആയിട്ട് എല്ലാവരും ആ ലിങ്കിൽ പോയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നമുക്ക് മെയിലിൽ വരും. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർവൈസറിന് മുകളിലുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ വേക്കൻസി. കഴിഞ്ഞ മാസം ഒരു എക്സ്ട്രാ വേക്കൻസി കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ട് 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു എക്സ്ട്രാ വേക്കൻസി വരികയാണ്. എന്തിനാണ്? പീപ്പിളിനെ കൂടുതലായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഹെർബാലൈഫ് പ്രീമിയർ ലീഗ്. അടിപൊളി പ്രോഗ്രാമാണ്, അടിപൊളി പ്രോഗ്രാമാണ്. ഇതും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവട്ടെ. അടുത്തതായിട്ട് നാളെ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ് ആന്റണി റീഗൻ സാർ ഗസ്റ്റ് സ്പീക്കർ ആയിട്ട് വരുന്ന ബിസിനസ് ഫ്യൂച്ചർ ബിൽഡിംഗ് സ്കൂൾ, ഫ്യൂച്ചർ ബിസിനസ് ബിൽഡർ സ്കൂൾ എന്ന് പറയുന്ന അഡ്ലക് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്, എറണാകുളത്ത്. അടിപൊളി പ്രോഗ്രാമാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ നമ്പർ 3 ആയിട്ട് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. നമ്മളെ കൂട്ടത്തിൽ 12 മെമ്പേഴ്സ് അതിന് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഗിവ് ദം ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മൾ കുറച്ച് ഈ ആഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതിന്റെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളെ വീക്ക്ലി പെർഫോമർ ആയിട്ട് മാക്സിമം വോളിയം ചെയ്തിട്ടുള്ളത് മിസ്റ്റർ നസീർ ആൻഡ് സെലീന നസീർ. ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ചെയ്തിട്ടുള്ളത് മിസ്സിസ് അൻസിത. പ്രാവശ്യം റിക്രൂട്ട്മെന്റ് ഒന്നും ഈ ആഴ്ച നടന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 11 ന്യൂട്രീഷൻ സെന്റർ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എത്ര ന്യൂട്രീഷൻ സെന്ററുകൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ 68 മെമ്പേഴ്സ് ടോട്ടൽ ഉണ്ട്. അതിൽ 47 മെമ്പേഴ്സ് ആക്റ്റീവ് ആണ്. ക്ലബിൽ വന്ന് ഷെയ്ക്ക് കുടിക്കുന്നു, ബാക്കി ഓൺലൈനായിട്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷൻ സെന്ററുകളാണ്. 11 ന്യൂട്രീഷൻ സെന്ററുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മളെ ഗോൾ 82 സൂപ്പർവൈസർ ആണ്. പക്ഷെ നമുക്ക് ഇപ്പോ നിലവിലുള്ളത് 35 സൂപ്പർവൈസർ ഉണ്ടെങ്കിലും 25 സൂപ്പർവൈസർ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സ്ലൈഡ്. പവർ ടീം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ബെസ്റ്റ് ഈ ആഴ്ചയിൽ നല്ല രീതിയിൽ ആക്ടിവിറ്റി, അതേപോലെ ഫോട്ടോകള്, ക്ലബിലെ പാർട്ടിസിപ്പേഷൻ, ആളുകളുമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 3 ന്യൂട്രീഷൻ സെന്റർ ആണ്. ഫസ്റ്റ് ഗോസ് ടു റീബിൽഡ് വെൽനസ് സെന്റർ പൈങ്കണ്ണൂർ. സെക്കൻഡ് ലൈഫ് ലൈൻ ന്യൂട്രീഷൻ സെന്റർ കോട്ടപ്പുറം. തേർഡ് ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെന്റർ തിരുവേഗപ്പുറ. ഗിവ് ദം ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇത് ആളുകൾ കൂടുതൽ ഉണ്ടോ ഇല്ലേ എന്നതല്ല നമ്മളിവിടെ നോക്കുന്നത്, അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്, അവരുടെ എൻജോയ്മെന്റ്, മുഖത്തിലുള്ള ഫ്രഷ്നെസ്, ഇതൊക്കെ നോക്കിയിട്ട് കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ടാണ് ക്യാപ്റ്റൻസ് ഇങ്ങനെ ഒരു സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു റീക്യാപ്പിലേക്ക് പോവാം, കഴിഞ്ഞ ഒരു കാര്യത്തിലേക്ക് പോവാം. നമുക്ക് 4-ാം തീയതി ഒരു വലിയൊരു പ്രോഗ്രാം നടന്നു, വെൽനസ് കോച്ച് അക്കാഡമി. ഇതിലൊരു അമേസിംഗ് ഒരു മൊമെന്റ്, നമ്മൾ കുറേ മെമ്പേഴ്സ് അച്ചീവ്മെന്റുകൾ നേടി, അവരെ ഹൃദയത്തിന്റെ ഭാഷ നല്ലൊരു അപ്രീഷിയേറ്റ് കൊടുക്കാം എല്ലാവരും. അതിൽ ഏറ്റവും നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മളെ ലീഡർ ആയിട്ടുള്ള അൻസാർക്ക
ടീമുകൾക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുത്തത് അടിപൊളി സെഷൻ ആയിരുന്നു. അക്കാഡമിയിലെ നല്ലൊരു പാർട്ടായിരുന്നു. പിന്നെ അതേപോലെ നല്ല റെക്കഗ്നേഷനും ടൂർ ക്വാളിഫിക്കേഷൻ നേടിയ നിരവധി നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളുണ്ട്. അവർക്കും നല്ല കയ്യടി കൊടുക്കുക. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റിൽ ആയിട്ടൊരു മൊമെന്റ് ആണ്. ഫ്ലാഗ്സ് 45 നല്ലൊരു കയ്യിൽ കൊടുത്തേ. അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള മിസ്സിസ് അൻസിത, അതിന്റെ ടീം അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഏകദേശം 12ഓളം മെമ്പേഴ്സ് ഇതിൽ പുതിയതായിട്ട് വെയിറ്റ് ലിസ്റ്റിലായിരുന്നു. പക്ഷെ അവർ നമ്മൾ ഇൻഡക്ഷൻ ചെയ്തിട്ട് പുതിയൊരു മെമ്പർ ആയിട്ട് 2 ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. അവർക്കും നല്ല കയ്യടി കൊടുത്ത മിസ്റ്റർ ഹക്കീം ആൻഡ് മിസ്സിസ് ഹബീബ. ഫ്ലെക്സ് 45 കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കണ്ട. നിങ്ങൾ താഴത്ത് കണ്ട ഒരു ദിവസം കട്ടായിട്ടുണ്ടെങ്കിൽ ഡേ 1 മുതൽ സ്റ്റാർട്ട് ആവണം. കറക്റ്റ് മോണിറ്ററിംഗിലാണ് കോർഡിനേറ്റേഴ്സും അതേപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും കർശനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, അതിലുള്ള ആൾക്കാരുടെ ഹായ് പറഞ്ഞേ. ഹായ്. അവരുടെ എനർജി നിങ്ങൾ കണ്ടോളൂ. ഹായ് ഹായ്. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ നമ്മളെ ഫ്ലെക്സ് 45 ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് അടിപൊളിയായിട്ട് ടൈം ടു ടൈം ആയിട്ട് ഫ്ലെക്സ് 45 7 മിഷനും കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മിസ്റ്റർ രഘുനന്ദനൻ. അദ്ദേഹമാണ് സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിട്ട് ചെയ്തിരുന്നത്. തുടങ്ങിയത് ഒരു മെമ്പർ ആയിട്ടാണ്, പിന്നെ ഒരു ചലഞ്ചർ ആയിട്ട് മാറി. ഇപ്പോ അദ്ദേഹം നമുക്കിടയിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഞാൻ നേരത്തെ റൂട്ട് മാപ്പ് പറഞ്ഞതില്ലേ, ഒരു ചലഞ്ചർ ആയിട്ട് വന്ന് ഇന്ന് ഫ്ലെക്സ് 45 കോർഡിനേറ്റർ ആയിട്ട് അദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. നമ്മളെ മനസ്സിനെ ഫ്രീ ആക്കാൻ, മൈൻഡിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അൻസാർക്ക ഷെക്കിത്താത്ത നമുക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോഗ്രാം നടത്തി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട കായലോരം പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? വെരി ഗുഡ്. ഓർമ്മൊക്കെ പുതുക്കാൻ പറ്റുന്നുണ്ടാ? ഓർക്കാൻ പറ്റുന്നുണ്ടാ? അപ്പൊ പറ്റുന്നുണ്ട്. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ എല്ലാരും. സൂപ്പർ, അടിപൊളി. ഓക്കെ, നല്ലൊരു മൊമെന്റ് ആണ്. നമ്മളിലേക്ക് ഇറങ്ങി വന്ന ലീഡർഷിപ്പാണ് ശരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. നമ്മളിലേക്ക് ഇറങ്ങി വന്നൊരു പ്രോഗ്രാം എന്ന് തന്നെ പറയാം. അതിൽ വേറെ വാക്കുകളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അവസരം കിട്ടി നമ്മളെ ഫിറ്റ് ലൈഫിനെ കുറിച്ച് പറയാനും ഒരു ഫിസിക്കൽ ആയിട്ട് ഒരു മീറ്റിംഗ് നമുക്ക് നടത്താനും വേണ്ടി ഒരു അവസരം കിട്ടി എന്നുള്ളത് ഒരു സന്തോഷം കൂടി ഇതിലൂടെ അറിയിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജ്കുമാർ സാറിന്റെ അടിപൊളി ഒരു പ്രോഗ്രാം. ഓക്കെ, 10 അല്ല 10,000 അല്ല ലക്ഷം സമ്മാനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. നല്ലൊരു കയ്യടി കൊടുത്തേര്. മാരത്തോൺ ഓൾറെഡി സന്തോഷകരമായത് പറയട്ടെ, 19 ചലഞ്ചേഴ്സ് ഫിറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. 3 ക്യാപ്റ്റന്മാർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. മിസ്സിസ് നാജിയ, രഘുനന്ദൻ, അൻസിത. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാര് ബാക്കി മാഡം കാര്യങ്ങളൊക്കെ പറയും. ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്പർ കുറവായിക്കോട്ടെ, ബട്ട് എല്ലാവരും എന്ത് ചെയ്യാം, നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പൊ മാരത്തോണിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് എന്ത് ചെയ്യാം, എത്ര ആൾക്കാരുള്ളത് അവരെ നിങ്ങൾ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുക. ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഇവരാണ് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി ക്വാളിഫൈ ആയിട്ടുള്ള. നല്ലൊരു കയ്യടി കൊടുത്തവർക്ക് 12 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതിൽ കംപ്ലീറ്റ് ചെയ്ത് എത്തിയ ആൾക്കാരാണ്. ഇനി നമ്മൾ ഈ ആഴ്ച ഫിറ്റ് ലൈഫിന്റെ കീഴിൽ നടത്തിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഒന്ന് നമ്മൾ നടത്തിയത് പ്രസന്റേഷൻ സ്കിൽ വർക്ക്ഷോപ്പ്. നമ്മളെ പ്രിയപ്പെട്ട ലീഡർ അൻസാർക്ക് ആയിരുന്നു വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഒന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു? പ്രസന്റേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു അടിപൊളി പ്രോഗ്രാം അല്ലേ? സൂപ്പർ ആയിരുന്നു. നമ്മളെ പേടി മാറ്റി അതിൽ പങ്കെടുത്തവർക്ക് അറിയാം.
ഓക്കെ. ആ പ്രോഗ്രാം നല്ല അടിപൊളിയായി കളർഫുൾ ആയിട്ട് നടത്തി അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് നമ്മളെ പ്രിയപ്പെട്ട ഷെക്കിദാത്ത നയിച്ച മാരത്തോൺ അസോസിയേറ്റ് വർക്ക്ഷോപ്പ്, സർക്കയും ഷെക്കിദാത്തയും നയിച്ച ഒരു പ്രോഗ്രാം ഇത് നമുക്ക് നടത്താൻ കഴിഞ്ഞു. അടുത്തൊരു പ്രോഗ്രാമാണ് വീഡിയോ ചലഞ്ച് മീറ്റിംഗ്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ഇന്ന് ഏകദേശം 8ാമത്തെ ദിവസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഹായ് ഹായ്. ആണോ? വെരി ഗുഡ്. ഓക്കെ, അടുത്ത് നമ്മളെ ലീഡറിനെ വെച്ചിട്ട് തന്നെ നടത്തിയ വേറൊരു പ്രോഗ്രാം കോൾ ടു എക്സ്ട്രാ വേഗൻസി വരാൻ പോകുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന ഈ പ്രോഗ്രാം സാധാരണ ഒരു വർഷത്തിന് ശേഷമാണ് ഉണ്ടാവാറ്. എന്നാൽ 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു എക്സ്ട്രാ വേഗൻസി വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവണം, ഏത് രീതിയിൽ മാനസികാവസ്ഥ ഉണ്ടാക്കണം എന്നുള്ള വളരെ ലളിതമായിട്ടും എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു പുതിയ സൂപ്പർവൈസർ ആകാൻ പോകുന്ന ആൾക്ക് പോലും എനിക്ക് എത്രയും പെട്ടെന്ന് സൂപ്പർവൈസർ ആയിട്ട് എക്സ്ട്രാ വേഗൻസിയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ജനിപ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മളെ ലീഡറിനെ വെച്ച് നമ്മൾ നടത്തിയത്. അതും നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റി. പിന്നെ എല്ലാവരെയും കൺഗ്രാജുലേഷൻ ചെയ്യാണ്. ഇപ്പോ ഹാപ്പി ടു ഹെൽപ്പ് സിസ്റ്റം നൽകുന്നത് ഉണ്ട്. അതിൽ നിരന്തരം നമ്മളെ ഭാഗത്ത് നിന്നാണ് സക്സസ് സ്റ്റോറികൾ റിസൾട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിലനിർത്തി കൊണ്ടുവരിക. അടുത്ത് നമ്മളെ പ്രസന്റേഷൻ സ്കിൽ വർക്ക്ഷോപ്പിന്റെ ഒരു ഭാഗമായിട്ട് സ്വയം തയ്യാറായിട്ട് എഡ്യൂക്കേഷൻ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരു വ്യക്തിത്വമാണ് മിസ്സിസ് ഹസീന. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സെഷന്? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? വളരെ നന്നായിട്ട് അടിപൊളി, സൂപ്പർ സൂപ്പറായിട്ട് ക്ലാസ് സൂപ്പർ. ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാമുകളാണ് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇപ്പൊ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് വീഡിയോ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ചലഞ്ചിന്റെ 8ാമത്തെ ദിവസം 10ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഭാഗം എന്നോണം അവർക്ക് കറക്റ്റ് ആയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാനും നല്ലൊരു സ്പീക്കർ ആവാനും നല്ലൊരു MC ആവാനും ഇന്നത്തെ ഒരു ഏറ്റവും വലിയ സന്തോഷ വാർത്ത നമ്മൾ ഷെക്കിദാത്താനെ കേട്ടിരിക്കും. നമ്മളെ രാജ്കുമാർ സാറ് കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ടീം ആൻഡ് അബവ് ഉള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൈനിങ് ആണ്, ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഇത് കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് നമുക്ക് വേണ്ടി നടക്കാൻ വേണ്ടി ഒരു അടിപൊളി പ്രോഗ്രാമാണ് സുംബ പ്രോഗ്രാം. ഇറ്റ് ഈസ് ഫോർ എക്സ്ക്ലൂസീവ് ഫോർ ലേഡീസ്. ഇതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള അൻസിതയാണ്. ഓക്കെ, ലേഡീസിന് രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു പറഞ്ഞ സമയത്ത് അതിനുള്ള ഒരു അടിപൊളി പരിഹാരമാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷെക്കിദാത്താന്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് അൻസിത തയ്യാറായിട്ടുള്ളത്. ഡേറ്റ് അനൗൺസ് ചെയ്യും, ടൈം അനൗൺസ് ചെയ്യും. അവര് അവിടെ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ടൈമിൽ നിങ്ങൾക്ക് സൂമിൽ ലിങ്ക് അയച്ചു തരുന്ന സമയത്ത് അതിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ന് നമ്മളെ ദിവസത്തിന്റെ പ്രത്യേകത ശനിയാഴ്ചയാണ്, മെയിൻ്റനൻസ് ഡേ ആണ്. മൊബൈലിൽ ഹാങ് ആവുന്ന ആൾക്കാർ, ഫോട്ടോസ് കൂടിയ ആൾക്കാർ, നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ ഉള്ള ആൾക്കാർ അടുത്ത ഒരാഴ്ചക്ക് വേണ്ടി തയ്യാറാകാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ. കോർഡിനേറ്റേഴ്സ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ 5 മിനിറ്റ്. ഇനി ഫീഡ്ബാക്ക് പറയേണ്ട ആൾക്കാർക്ക് 1 മിനിറ്റിൽ സംസാരിക്കാം. പുതിയൊരു സക്സസ് സ്റ്റോറി പറയേണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാം, 3 മിനിറ്റിനുള്ളിലും സംസാരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പ്രിയപ്പെട്ട ലീഡർ ക്ലോസിംഗ് നടത്തുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്റെ നെക്സ്റ്റ് സ്ലൈഡ്, എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഇത് നമ്മളെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. 54ാമത്തെ 50 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 4 പ്രൊഡക്റ്റുകളും ആഡ് ആയി. 54ാമത്തെ പ്രൊഡക്റ്റ് 750 ഗ്രാം ഉള്ള 1 മന്ത് ഫോർമുല 1 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കമ്പനി. നിങ്ങൾക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഞാൻ പ്രിയപ്പെട്ട മാത്യൂസിന്റെ വേർഡ് ചിരിച്ചുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കണം. നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അഥവാ അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മാത്യൂസ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് അസംഭവ്യമായ കാര്യങ്ങൾ ചെയ്യണോ,
നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കൂ, ഒരേ മനസ്സോടെ ചിന്തിക്കൂ, ലൈഫ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാവും, എങ്കിൽ നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ പറ്റുമെന്ന മാർക്യൂസിന്റെ വേർഡുകൾ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇനി നമുക്ക് കേൾക്കേണ്ട വാക്കുകൾ ആരുടെ വെച്ചാല് കുറച്ച് സക്സസ് സ്റ്റോറികളാണ്. ഫസ്റ്റ് നമ്മളെ പുതിയ കോർഡിനേറ്റർ ആയിട്ട് ഫ്ലെക്സ് 45ന്റെ കോർഡിനേറ്റർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള മിസ്റ്റർ രഘുവേട്ടന്റെ വാക്കുകളിലേക്ക് പോവാം. രഘുവേട്ട, എന്ത് തോന്നുന്നു? നമസ്കാരം. ഇതില് കോർഡിനേറ്ററായി തെരഞ്ഞെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഇതില് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരാൻ പറ്റും. ഞാൻ മുന്നേ വർക്ക് ചെയ്തതാണ്, എന്നെ ഇൻവിറ്റേഷൻ കൊടുക്കും, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയിരുന്നു. പക്ഷെ ഇതിൽ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം കറക്റ്റായിട്ട് ഇപ്പൊ ഞാൻ വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ കറക്റ്റായിട്ട് ഇൻവിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 6 കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടും ഇപ്പൊ വർക്കിലാണെങ്കിലും എല്ലാറ്റിനും എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ടൈമിംഗ് അല്ല പ്രശ്നം. ഇത് നമ്മൾ രാവിലെ തൊട്ടിട്ട് ഇതിക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത്. പക്ഷെ ഞാൻ ഇതിൽ കണ്ടോടത്തോളം ഇതിൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു മിസ്റ്റേക്ക് പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 10:30 വരെ ആയിട്ടും ഇത് പ്രോഗ്രാം കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അപ്പൊ നമ്മളൊരു എന്തായാലും ഒരു 8 മണിയാകുമ്പോഴേക്കും ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ രാത്രി നമുക്ക് ഇതിൽ ഒരു വർക്കും വരുന്നില്ല. 5 മണിയാകുമ്പോഴേക്കും തീർക്കാവുന്ന വർക്കേ നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ളൂ. കാരണം അത്രയും ലേറ്റ് ആയിട്ടുള്ള 6 കാര്യങ്ങളാണ് നമുക്കിതിൽ പറഞ്ഞിട്ട് 7 കാര്യമുണ്ട്. 7ാമത്തെ നമ്മളൊരു സോഷ്യൽ മീഡിയയില് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 7 പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതൊരു 5 മണിക്ക് ഉള്ളിൽ നമുക്ക് തീർക്കാന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും തിരക്കുള്ള ആൾക്കാരാണ് 8 മണി. അതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഇതിൽ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മള് എല്ലാ കാര്യങ്ങളും ലാസ്റ്റിക്ക് നീട്ടി വെക്കുമ്പോൾ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പെട്ടെന്ന് തീർക്കുക. ഇന്ന് എന്റെ താഴെ ഉള്ള ഒരാളും കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്റെ ഒരു ഫസ്റ്റ് ലൈൻ ആയിട്ടുള്ള ആള്. അപ്പൊ അയാളോട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഇതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാം ചെയ്ത് തീർക്കുക. ഈ 6-7 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് ഉച്ചയായപ്പോഴേക്കും മൂപ്പര് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെത്. ഫസ്റ്റ് ഡേ തന്നെ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ലാസ്റ്റിക്ക് വെക്കരുത്. ഇതായിരിക്കണം ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. അപ്പൊ അതേമാതിരി മൂപ്പരൊന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഞാനൊരു 5 മണിയാകുമ്പോഴേക്കും എത്ര ലേറ്റ് ആയാലും 5 മണിയാകുമ്പോഴേക്കും എന്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിക്ക് മുന്നിക്ക് ടൈം ഓവർ ആയിക്കണം. ഓക്കെ. Okay, thank you very much. Okay, thank you Ragota, thank you Najia. Okay, ഇനി നമുക്ക് കേൾക്കേണ്ട സക്സസ് സ്റ്റോറി എന്താ വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട നസീർക്ക ലൈനില് ലൈനിലുണ്ടോ? ലൈനിലില്ലാതോ? ഓക്കെ, മാക്സിമം റീറ്റെയിൽ ഈ ആഴ്ച ചെയ്തിട്ടുള്ള അൻസിതാന്റെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം. ഓക്കെ, അൻസിത, കം ഔട്ട് ടു ദ സ്ക്രീൻ. ഹലോ, ഗുഡ് ഈവനിങ്. അൻസിതയാണ്. എനിക്കിപ്പോ മാക്സിമം റീറ്റെയിൽ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തോണ്ടാണ്. എനിക്ക് കസ്റ്റമർ മാരത്തോണിലേക്ക് 8 കസ്റ്റമർ കൺഫേം ആയിട്ടുണ്ട്. 8 കസ്റ്റമർ കൺഫേം ആണ്. അപ്പോ അത് കൺഫേം ആവാൻ എനിക്ക് മാരത്തോണിൽ അങ്ങനെ കസ്റ്റമറിനെ കിട്ടാൻ കാരണം ഞാൻ എന്റെ വർക്കൗട്ട് സുംബ ഞാൻ ക്ലബിൽ വെച്ചതുകൊണ്ടാണ്. കാരണം അതിലൂടെ എനിക്ക് കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ എനിക്ക് അത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മള് എല്ലാവരെയും ഡെയിലി കാണുന്നുണ്ട്. ഇപ്പൊ
മോർണിംഗ് ക്ലബിൽ വരാൻ പറ്റാത്തവരാണ് ഈവനിങ് വരുന്നത്. അപ്പൊ എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അവരെ. നല്ലൊരു എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാൻ ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മാരത്തോണിലേക്ക് എനിക്ക് ഈസി ആയിട്ട് അവരെ കൺവേർട്ട് ആക്കാൻ പറ്റി. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റിലെ മാരത്തോൺ പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഇപ്പൊ സംസാരിച്ചു, എല്ലാരും ഓക്കെ ആയിരുന്നു, ഫുഡ് എടുക്കാനും ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മാരത്തോണിലേക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് എനിക്ക് റീറ്റെയിൽ ഈ ആഴ്ച നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യാൻ പറ്റിയത്. അപ്പൊ കസ്റ്റമറിന് അതേപോലെ എനിക്ക് കണക്ട് ആക്കാൻ പറ്റുന്നുണ്ട്. ഈ മാരത്തോൺ കഴിഞ്ഞാലും ഞാൻ മാരത്തോൺ വിടൂല. അതുവഴി തന്നെ എനിക്ക് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സുംബ വഴി തന്നെ എനിക്ക് കസ്റ്റമർ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്തായാലും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടിപൊളി, കൺഗ്രാറ്റുലേഷൻ അൻസിത. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അപ്കമിങ് പ്രോഗ്രാം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ മതി. അതിനുള്ള ഒരു പ്രോഗ്രാമാണ് ടൂർ ക്വാളിഫിക്കേഷൻ. ആ ടൂർ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ മാസം അച്ചീവ് ആവുകയും അതേപോലെ അതിനേക്കാൾ വലിയൊരു പ്രൗഡ് മൊമെന്റ് അത് ടൂർ അനുഭവിക്കാൻ കഴിയുകയും പിറ്റേ ദിവസം അക്കാഡമിയിൽ ലൈറ്റ് ലാമ്പിംഗ് ലീഡേഴ്സിനൊക്കെ മാത്രം കിട്ടുന്ന ഒരു അവസരം, ലൈറ്റ് ലാമ്പിംഗ്, ആ അവസരം കിട്ടിയിട്ടുള്ള നമ്മളെ ഒരു ഗ്രേറ്റ് ലീഡറിനെയാണ് ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത്. മിസ്സിസ് ഫാത്തിമ ഷക്കീർ, അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാം. ഹായ്, ഗുഡ് ഈവനിങ്. എന്റെ പേര് ഫാത്തിമ ഷക്കീർ. ഞാന് നമ്മള് സിസ്റ്റം വെച്ചിട്ടുള്ള ഒരുവിധം ടൂറും ഞാൻ അച്ചീവ് ആയിട്ടുണ്ട്. ഇപ്പോ മുന്നേ ഉള്ള ടൂറുകളൊക്കെ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു യാത്ര ഞാൻ ആദ്യമേ തന്നെ കണ്ടറിഞ്ഞിട്ടും ഉള്ളതാണ്, അതിലെ ഹാപ്പിനെസ് അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ ജനുവരി മുതൽ എനിക്ക് വോളിയം പോയിന്റ് ഇപ്പൊ എല്ലാവർക്കും ഉള്ള പോലെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ മാസം ആ ടൂർ ക്വാളിഫിക്കേഷന്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ, കാരണം അതിന്റെ മധുരം എന്താന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വർക്കിൽ ഇപ്പൊ ഈ ടൂർ ക്വാളിഫിക്കേഷന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രീമിയർ ലീഗ് ക്വാളിഫൈ ആവാൻ പറ്റും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് നെക്സ്റ്റ് പ്രീമിയർ ലീഗ് ക്വാളിഫൈ ആവാൻ പറ്റും. അപ്പോ അതേപോലെ തന്നെ നമ്മളെ ഈ ഫിറ്റ് ലൈഫ് ടീമിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും നെക്സ്റ്റ് ടൈം ആ ടൂർ ക്വാളിഫിക്കേഷന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ലീഡേഴ്സിനൊപ്പമുള്ള ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ പോണ പോലെ ഒന്നല്ല, അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. അതിന്റെ ഒരു ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ടൈം എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. മാഡം, കൺഗ്രാറ്റുലേഷൻ. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളെല്ലാവരും സ്പീക്കർ ആവണം, കുറച്ചൊക്കെ എന്തെങ്കിലും ആൾക്കാരോട് സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഉൾവലിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഞാൻ കാണാറുണ്ട്. കാരണം ഉള്ളിൽ ഭയമാണ്, എങ്ങനെ സംസാരിക്കും എന്നാൽ മുന്നിൽ ആൾക്കാരുണ്ടെങ്കിലും ഓക്കെ, പക്ഷെ സ്ക്രീനിനോട് എങ്ങനെ സംസാരിക്കും എന്നാൽ അതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം തരുന്ന രാവിലത്തെ മോർണിംഗ് എഡ്യൂക്കേഷൻ എടുക്കാൻ മഹാഭാഗ്യം ലഭിച്ച മിസ്സിസ് ഹസീന, അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാം. ഗുഡ് ഈവനിങ്. മുന്നേ തന്നെ ഇഷ്ടമായിരുന്നു MC ആവാന്, അതേപോലെ പ്രോഡക്റ്റ് പറയാന്, എഡ്യൂക്കേഷൻ എടുക്കാനൊക്കെ ആഗ്രഹം അത്രത്തോളം വെച്ചത് കൊണ്ടാവാം ഒരു പക്ഷെ. മാത്രമല്ല നമ്മളുടെ ഇപ്പൊ ഒരു പ്രസന്റേഷൻ സ്കില്ലിൽ പങ്കെടുത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു അവസരം വന്നപ്പോ പെട്ടെന്ന് കയറിയിട്ട് യെസ് പറയാൻ സാധിച്ചത്. അതിലെന്തായാലും താങ്ക്സ് പറയണം നമ്മുടെ ലീഡർ, ക്യാപ്റ്റനും അതേപോലെ തന്നെ വൈസ് ക്യാപ്റ്റനും. ഇവർ രണ്ടുപേരുടെ ഒരു തീരുമാനമാണ് ഇന്ന് എനിക്ക് ആ ഒരു അവസരം നേടിയെടുക്കാൻ സാധിച്ചത്. അതിനെന്റെ ഫ്രം ദ ഹാർട്ടിൽ ഞാൻ താങ്ക്സ് പറയുന്നു. എല്ലാവരും നമ്മൾ ടീം ഫിറ്റ് എല്ലാവരും അതിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ യെസ് പറയുന്നു. നമ്മുടെ സാറ് പറയുന്നത് പോലെ ആദ്യം യെസ് പറയാ, അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പ്രിപ്പയർ ആയിരുന്നു. അപ്പൊ ഓക്കെ, ഇത്രയൊക്കെ പറയുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഇനി ഞാൻ ക്ലോസിംഗിലേക്ക് പോവാണ്. നമ്മളെ പ്രിയപ്പെട്ട ലീഡറിനെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്. ഇതിന്റെ മുന്നേ ഞാനൊരു ചെറിയൊരു കഥ പറയാണ്. 2005 കാലഘട്ടം വരെ രാജ്യം മുഴുവൻ നോക്കിക്കാണുന്ന ഒരു ക്രിക്കറ്റ് മേഖലയിൽ ഏറ്റവും ഉയർന്നിരുന്ന ഒരു ടീമായിരുന്നു ഓസ്ട്രേലിയ. ഏത് രാജ്യങ്ങൾ മത്സരിച്ചാലും എപ്പോഴും ഓസ്ട്രേലിയ ജയിക്കണം. അതിൽ ഒരിക്കൽ ICCI എന്ന് പറയുന്ന ക്രിക്കറ്റ് കൗൺസിലിനോട്
ഒരു നോട്ടീസ് ഓസ്ട്രേലിയ കൊടുത്തു. നിങ്ങൾ എല്ലാ ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് ടീമിൽ നിന്നുള്ള ആൾക്കാരെ കൂട്ടിക്കോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അവരിട്ട് ഞങ്ങൾ മത്സരിക്കാൻ റെഡിയാണ്. ഞങ്ങൾ ഈ വെറും ഇന്ത്യക്കാരോട് മാത്രമല്ല, ഞങ്ങൾ വെറും പാകിസ്ഥാനോട് മാത്രമല്ല, ഞങ്ങൾ വെറും വെസ്റ്റ് ഇൻഡീസിനോട് മാത്രമല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരൊക്കെ ഉണ്ടോ അതിൽ സെലക്ട് ചെയ്തിട്ട് അവരെ കൂടെ മത്സരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് നോട്ടീസ് കൊടുത്തു. അപ്പൊ ഇവർക്ക് ഇഷ്ടമായി. IPL അല്ല കേട്ടോ, IPL ശേഷം വന്നതല്ലേ. അപ്പോ ICC തീരുമാനം എടുത്തു, ഓക്കെ അങ്ങനെ ചെയ്യാം നമുക്ക്. അങ്ങനെ ഇതേപോലെ കാറ്റഗറി ചെയ്തു. വെസ്റ്റ് ഇൻഡീസിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വലിയ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് ഒരു 3 ഓഡിയും, അതായത് 3 ഓഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഓവറുള്ള ഒരു പ്രോഗ്രാം ക്രിക്കറ്റ് മാച്ച്, മറ്റൊന്ന് ടെസ്റ്റ് മാച്ച്, 3 എണ്ണം ഇങ്ങനെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഒന്നാമത് ഓഡി കഴിഞ്ഞു, ഓസ്ട്രേലിയ ജയിച്ചു. രണ്ടാമത് ഓഡി കഴിഞ്ഞു, ഓസ്ട്രേലിയ ജയിച്ചു. മൂന്നാമത് ഓഡി നടത്തി, ഓസ്ട്രേലിയ ജയിച്ചു. പിന്നെ വിചാരിച്ചു ICC ഇനി ടെസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് 1 കഴിഞ്ഞു, അതിൽ മൊത്തം വേൾഡ് തോറ്റു, ഓസ്ട്രേലിയ ജയിച്ചു. രണ്ടാമത് നോക്കി, അതിലും തോറ്റു. മൂന്നാമതും നോക്കിയപ്പോ അതിലും തോറ്റു. അപ്പൊ ഓഡിയിലും കപ്പെടുത്തു ആര്? ഓസ്ട്രേലിയ. ടെസ്റ്റിലും കപ്പെടുത്തു. അങ്ങനെ കപ്പുകളൊക്കെ മുഴുവൻ വെച്ചിട്ട് അന്നത്തെ ക്യാപ്റ്റനായിട്ടിരുന്ന റിക്കി പോണ്ടിങ് നേരെ മൈക്കത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്. നമ്മള് ടീം വർക്ക് ആയിട്ട്, ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റ് ആയിട്ടുള്ള, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഹെർബാലൈഫ് ചെയ്യണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് റിക്കി പോണ്ടിങ് അന്ന് കൊടുത്തത്. ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ, എന്റെ ടീം അംഗങ്ങളെ മുഴുവനായിട്ട് ഞാൻ വിളിച്ചു കൂട്ടി. അവർക്ക് എന്തൊക്കെയാണോ കുറവുകളെ അതിനെ നോക്കാതെ അവർക്ക് എന്താണോ ആ കഴിവിനെ മാത്രം നോക്കിയിട്ട് പ്രവർത്തിച്ചപ്പോ അവരെ അലൈൻമെന്റ് ശരിയായി, അവരെ ഫോക്കസ് കൂടി, അവരെ പ്രൊഡക്ടിവിറ്റി കൂടി, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആർക്കും വിട്ടു തരാൻ പറ്റാത്ത രീതിയിൽ ലോകം കീഴടക്കുന്ന ഓസ്ട്രേലിയൻ ടീമും ആയി മാറിയത് എന്ന് റിക്കി പോണ്ടിങ് പറയണ്ടായി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ടീം വർക്കാണ്. നമുക്ക് എന്ത് തകർച്ച വന്നാലും, എന്ത് പോരായ്മകൾ വന്നാലും, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ എന്നും ഓർക്കാൻ പറ്റുന്ന നല്ലൊരു ടീമായിട്ട് നമ്മൾ മാറും. അതിന്റെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനായിട്ടുള്ള ഷക്കീല മാഡത്തിനെ ഞാൻ എന്റെ ഈ കഥ സമർപ്പിച്ചുകൊണ്ട് സാദരം ക്ഷണിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട വാക്കുകൾ കൺക്ലൂഷനുമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എനിവേ, നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു ഡിജിറ്റൽ കയ്യടിയോട് കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ലീഡറിനെ, നാളെ അവർക്ക് യാത്ര ഉണ്ട് എങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് അവർ ഫുൾ ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിടയിൽ ഇറങ്ങി വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ആയിട്ടുള്ള മിസ്സിസ് ഷക്കീല മാഡത്തിനെ സാദരം നിങ്ങളെ മുന്നിലേക്ക്, സ്ക്രീനിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Come on madam to the screen. വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, രാജകുമാർ സാറിന്റെ ക്യാപ്റ്റൻ മീറ്റിംഗ് വരും, അല്ലെങ്കിൽ അതിരപ്പള്ളി ഏതെങ്കിലും നല്ല സ്ഥലത്ത് നല്ല റിസോർട്ടിലൊക്കെ വെച്ചിട്ടാവും പ്രോഗ്രാമുകൾ വരിക. അപ്പൊ സാറ് എല്ലാ ക്യാപ്റ്റൻസിനും ഇങ്ങനെ നോക്കും, എന്നിട്ട് പറയും ഞാൻ ചില ആളുകളില് സക്സസ് കാണുന്നുണ്ട്, എല്ലാവരും കൂടെ ഓടണം, പക്ഷെ ചില ആളുകൾ ഫാസ്റ്റ് ആയിട്ട് ജയിക്കുന്നു. അപ്പൊ എല്ലാ ക്യാപ്റ്റനും വിചാരിക്കും ഞാൻ തന്നെയെന്ന്. അപ്പോ സാറിന്റെ ഒരു വിഷൻ എല്ലാവരും ജയിക്കണം തന്നെയാണ്, പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ സാറ് വിചാരിച്ച ആള് ഞാനാവണം എന്നാണ് ആഗ്രഹം. അതേപോലെ സാറ് പറഞ്ഞൊരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ക്യാപ്റ്റനായി എന്റെ അണ്ടറിൽ നിന്ന് ഒരു 10,000 5,000 വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് മന്ത് എൻഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു 5,000 വോളിയം പോയിന്റ് 10,000 വോളിയം പോയിന്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടീം ഉണ്ടാവുള്ളൂ. ചെറിയ വോളിയത്തിൽ നമുക്ക് ചെറിയ ഇൻകം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹെർബാലൈഫ് ബിസിനസ് എന്ന് പറയുന്നത് ഐഡിയൽ വോളിയാണ്. ഐഡിയൽ വോളിയം കയറിയാൽ മാത്രമാണ് ഇൻകം കിട്ടുള്ളൂ. താഴെ വോളിയം കയറുന്നവർക്ക് PC, അസോസിയേറ്റ്, സൂപ്പർവൈസേഴ്സ് എന്നീ ഐഡികളില് നമ്മളെ പ്രോഡക്റ്റ് സെയിലായാൽ മാത്രമാണ് ഇൻകം കിട്ടുള്ളൂ. അപ്പൊ ഒരു 9ാം തീയതി ആവുമ്പോഴത്തേക്കും നല്ല ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് ചെയ്യണം.
അപ്പോ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് മന്ത് ലാസ്റ്റ് ആവുമ്പോ ഓരോരുത്തരുടെ ID ചെക്ക് ചെയ്ത് നോക്കുമ്പോ സങ്കടം വരരുത്. കാരണം ഹെർബാലൈഫിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെക്കും 2500 ഓളിയോ പോയിന്റ് കട്ടാക്കിയിട്ടില്ല. ഇന്ന് വരെക്കും ഒരു റോയൽറ്റിയും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത ക്യാഷ് നമുക്കുള്ളതാണ്, അത് മേലെ ആർക്കും ഉള്ളതല്ല. അപ്പോ ഹെർബാലൈഫിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കോച്ചിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്കോ വേണ്ടിയിട്ടല്ല. കാരണം ഒരു സമയത്ത് ഞാൻ ഉഴപ്പിയിട്ടായിരുന്നു ഹെർബാലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അൻസാർക്ക് ചീത്ത പറയണത് കൊണ്ട് അവരുടെ കൂടെ ഒന്ന് പോവാന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെർബാലൈഫ് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രഗിൾസ്. ഹെർബാലൈഫ് പല പല കാരണങ്ങൾ, ചെന്നൈ ട്രെയിനിങ് ഒക്കെ വരുമ്പോ കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഹെർബാലൈഫ് വിടാനുള്ള കാരണങ്ങൾ നിറയെ വരും. അപ്പോഴൊക്കെ ട്രെയിനിങ്ങിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കട്ടാവാതെ വീണ്ടും മൈൻഡിനെ സ്കില്ല് ഇംപ്രൂവ് ചെയ്തിട്ട് വീണ്ടും ഇതിൽ പിടിച്ചു നിർത്തും. എന്നാലും അങ്ങനെ ഹൈ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നെ വീഴ്ച ആഘാതത്തിലാവും. അപ്പൊ വീണ്ടും അവിടെ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വീണ്ടും പഠിച്ച് കയറും ബിസിനസ്. അപ്പൊ ഓരോ ലീഡേഴ്സും വന്ന വഴികള് ഒറ്റയടിക്ക് സക്സസ് ആയിട്ടില്ല ആരും. എല്ലാവരും എല്ലാ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഏതൊരു ലീഡറിനും താഴെയുള്ളവരുടെ സ്ഥിതി എന്താണെന്ന് 100% അറിയാം. കാരണം അവരെന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും അതല്ല, അതിനെ അതിജീവിക്കുമെന്ന് പറയാനുള്ള കാരണം ആ വന്ന ലീഡർ, പറയുന്ന ലീഡർ അതൊക്കെ തരണം ചെയ്ത് വന്നതുകൊണ്ടാണ്. അപ്പൊ എല്ലാ എക്സ്പീരിയൻസോടും കൂടിയിട്ട് തന്നെയാണ് പ്രസിഡന്റ് ടീം ആവുള്ളൂ. അല്ലാതെ ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പോയിട്ട് പ്രസിഡന്റ് ടീം ആവാൻ പറ്റൂല. ഒരു നല്ലൊരു കല്ല്, ഇപ്പൊ നേരത്തെ കഴിഞ്ഞ അക്കാദമിയിൽ സാറ് പറഞ്ഞ പോലെ നമുക്ക് വജ്രം കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പൊതികളുണ്ട്. അത് പ്രോബ്ലം വന്ന പൊതികളാണ്. ആ പൊതികളെ അഴിക്കലാണ് നമ്മുടെ നമ്മള് ഏറ്റെടുത്ത ജോലി. അത് എനിക്ക് അതിന്റെ ഉള്ളിലത്തെ വജ്രം വേണം, പക്ഷെ അത് എടുക്കാൻ ഞാൻ തയ്യാറല്ല, റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ വജ്രം കിട്ടുന്നില്ല. കാരണം 5 മണിക്ക് പെരുമല ബസ്സിൽ കയറിയിട്ട് 7:30 ആകുമ്പോഴത്തേക്കും രാജകുമാർ സാറിന്റെ ന്യൂട്രീഷൻ പോലെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 7 മാസം ഒരു ദിവസം പോലും കട്ടാവാതെ എല്ലാ ദിവസവും ന്യൂട്രീഷൻ സെന്ററിൽ പോയി ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് പെരുമല എന്നുള്ള ബസ് സ്റ്റോപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും കുട്ടികളും അതിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ചില സമയത്ത് കുട്ടികളെ പുതപ്പ് കൊടുക്കാനാണ് എടുത്തിട്ട് ഓടിയിട്ടുണ്ടാവുക. കാരണം ആ പുതപ്പ് മാറ്റാനോ വേറെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല. പുതപ്പ് കൊടുക്കാൻ എടുത്തിട്ട് മഴ ഒക്കെ ആണെങ്കിൽ ആ പുതപ്പ് കൊടുക്കാൻ എടുത്തിട്ട് ബസ്സിൽ കയറുമ്പോ ആൾക്കാർ ചോദിക്കും തലോണയും പുതപ്പൊക്കെ ആയിട്ടാണോ വന്നിട്ടുള്ളതെന്ന്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ അതിജീവിച്ചിട്ടാണ് ഓരോ ലീഡേഴ്സും. ആരും തന്നെ സിമ്പിൾ ആയിട്ട് ജയിക്കൂല. അതിന് നമ്മള് എക്സ്ട്രാ ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ അല്ല. കാരണം ഹെർബാലൈഫ് എന്ന് വെച്ചാല് ഞാൻ ഭൂമിയിൽ ഒരു സ്വർഗം എന്നുണ്ടെങ്കിൽ എന്റെ 8 വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ ഞാനത് ഹെർബാലൈഫ് എന്നേ പറയുള്ളൂ. കാരണം ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, നല്ലൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്താണ് ഹെർബാലൈഫിൽ നിന്ന് കിട്ടാത്തത്? പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് സൂപ്പർവൈസേഴ്സ് വേൾഡ് ടീം ഇരിക്കുന്ന പൊസിഷനിൽ എന്നോട് ഹെർബാലൈഫ് സ്വർഗാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂലായിരുന്നു. പക്ഷെ ഒരു മില്ലേനിയർ എന്നുള്ള ഒരു പൊസിഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ ഹെർബാലൈഫ് സ്വർഗാണ്, സ്വർഗതുല്യമായ ഒരു ജീവിതം എനിക്ക് ഹെർബാലൈഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞാനും അൻസാർക്കും ഒരു ഫ്രഷ് ആൻഡ് ഷെയ്ക്ക് എടുക്കുമ്പോ 500 രൂപ ഇല്ലാതെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്ന സിറ്റുവേഷൻ രാജ്കുമാർ സാറിന്റെ ന്യൂട്രീഷൻ ക്ലബിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഞാനും അൻസാർക്കും എന്നുള്ള 2 വ്യക്തികൾ ആ ഒരു ഫ്രഷും ഷെയ്ക്കും എടുക്കാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഏതെല്ലാം സ്ഥലത്തുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇടയ്ക്ക് ഡോളർ വരുമ്പോഴാണ് എവിടോ ഞങ്ങളെ താഴെ പുറത്ത് അബ്രോഡ് ടീം ആയിട്ടുണ്ട് എന്ന് അറിയുന്നത്. 9-ാം തീയതി ചെക്കിന്റെ കൂടെ നമുക്ക് ഡോളർ വരും. ഡോളർ വരുമ്പോഴാണ് UK നിന്നൊക്കെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോ നമ്മളെ ഏതെങ്കിലും ഒരു ലൈനിൽ അവിടെ ID ക്രിയേറ്റ് ആയി വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അന്ന് ഞങ്ങൾ 2 പേരും എഫ്രഷൻ ഷെയ്ക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് തരണം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇൻകം വന്നിട്ടുള്ളത്.
അതേപോലെ തന്നെ രാജ്കുമാർ സാറും ഒരു വർഷത്തോളം സാറിന്റെ ക്ലബിൽ ആരും ഇല്ലാതെ മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് കവിതാ മേഡം പറഞ്ഞിട്ടുണ്ട്, പല തവണ രാജ് സാറോട് പറഞ്ഞിട്ടുണ്ട്, സാർ നമുക്ക് നാട്ടിലേക്ക് പോവാം, അണ്ണാ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാ, അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം, കാരണം ഇവിടെ ഇങ്ങനെ ന്യൂട്രീഷൻ സെന്ററിലെ ആളുകൾ വരുന്ന വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഒരു വർഷമായില്ലേ, ഇതുവരെക്കും നമുക്ക് കസ്റ്റമേഴ്സ് ആരും ആയിട്ടില്ല, ഭാഷ പോലും അറിയില്ല. അപ്പോഴും രാജ്കുമാർ സാറിന്റെ മേലുള്ള കോച്ച് പറഞ്ഞത് വർക്ക് ചെയ്യേ, നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളൂ, അതിന് റിസൾട്ട് ഇല്ലാതിരിക്കൂലെന്ന്. അപ്പൊ ഒരു വർഷം സ്റ്റേ ചെയ്ത ലീഡറിന്റെ താഴെ നമ്മൾ എല്ലാവരും ഉള്ളത്. അന്ന് ഒരു സുഭാഷ് ഏട്ടൻ ഒരു ഫാറ്റ് ക്യാമ്പിൽ നിന്ന് വന്നതിന്റെ അപ്പുറം ഇന്ന് കേരള സിസ്റ്റം രാജ്കുമാർ സാറിന്റെ താഴെ ആരൊരു ഏപ്രഷൻ ഷേക്ക് കുടിച്ചാലും അതിന്റെ പ്രോഫിറ്റ് ആർക്കാ കിട്ടണേ? ഇന്ന് ആളുടെ ലൈഫ് സ്റ്റൈൽ എന്താ? അപ്പൊ അങ്ങനത്തെ ഒരു ലീഡറിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഭാഗ്യം. അപ്പൊ ആ ഒരു ലീഡർ എന്താണോ പറയുന്നത് അതിന്റെ ആ ഒരു ടൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഫാത്തിമ നേരത്തെ സംസാരിച്ച് ലീഡേഴ്സിന്റെ ടൂറിന്റെ ഉള്ളിൽ വരാനായിട്ട് ഞങ്ങളൊക്കെ ആദ്യം ചെറിയ പിള്ളവല്ലാവുമ്പോ തന്നെ ലീഡേഴ്സ് എന്ത് ടൂർ ക്വാളിഫിക്കേഷൻ വെച്ചാലും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ ടൂർ ക്വാളിഫിക്കേഷൻ കറക്റ്റ് ക്ലാരിറ്റി ആയിട്ട് എഴുതി വെക്കണം. നമ്മള് മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല, എഴുതി വെക്കണം. ഞാൻ ഏതൊക്കെ ഐഡിയയിൽ വർക്ക് ചെയ്യണം, എന്റെ താഴെ എത്ര കസ്റ്റമേഴ്സ് വരണം, എന്റെ താഴെ എത്ര അസോസിയേറ്റ് വരണം, എന്നാലാണ് ഞാൻ നെക്സ്റ്റ് ലെവൽ കടക്കുക. ഈ ടൂറിന് ക്വാളിഫിക്കേഷൻ ആവാൻ എനിക്ക് എത്ര വോളിയം പോയിന്റ് കുറവുണ്ട്, ഞാൻ എന്തെല്ലാം ചെയ്താലാണ് ഈ ടൂറിന്റെ ഉള്ളിൽ ഉണ്ടാവുക. നേരത്തെ ഫാത്തിമ പറഞ്ഞ പോലെ അത് മറ്റുള്ള ക്വാളിഫിക്കേഷന് യൂസ്ഫുൾ ആവും. ഈ രാജ്കുമാർ സാറിന്റെ ടൂർ ക്വാളിഫിക്കേഷന്റെ ഉള്ളിൽ വന്നാല് പിന്നെ നമുക്ക് പ്രീമിയർ ലീഗ് ക്വാളിഫിക്കേഷന് പണിയുണ്ടാവും. VIP ആയിട്ട് ഫ്രണ്ടിൽ പോയിരുന്നൂടെ? ഏറ്റവും ബാക്കില് തിക്കുതിരക്കിന്റെ ഇടയിൽ പോകണ്ട, മില്ലേനിയർ ഇരിക്കുന്നതിന്റെ മുമ്പിൽ പ്രസിഡന്റ് ടീമിന്റെ തൊട്ട് ബാക്കിൽ ഇരുന്നിട്ട് നമുക്ക് ഇവന്റ് അറ്റൻഡ് ചെയ്യാം, അതിന്റെ അവരുടെ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് എവിടെ എത്തണോ അതൊരു ക്ലാരിറ്റി ഉണ്ടാവണം, നമുക്കൊരു ഉള്ളിലൊരു പിക്ചർ ഉണ്ടാവണം. നമ്മള് വെറുതെ ഞാനും ഹെർബാലൈഫാണ്, എനിക്ക് പ്രസിഡന്റ് ടീം ആവണം എന്ന് വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഞാൻ എന്താവണം, ഞാൻ ഇവിടുന്ന് ഞാനിപ്പോ ഈ ഒരു ലെവലിലാണ് ഉള്ളത്, ഞാൻ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്താവണം അത് പഠിക്കണം. അല്ലാതെ പ്രസിഡന്റ് ടീം ആവാൻ ആരും പഠിക്കണ്ട. ഞാൻ അസോസിയേറ്റ് ആണോ, ഞാൻ സൂപ്പർവൈസർ ആവാൻ എന്ത് ചെയ്യണം, സൂപ്പർവൈസർ ഐഡി ആണോ, ഞാൻ ആക്റ്റീവ് സൂപ്പർവൈസർ ആവാൻ എന്ത് ചെയ്യണം, ഓരോ ലെവൽ നെക്സ്റ്റ് കടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവണം. അത് പഠിക്കണം. ന്യൂട്രീഷൻ സെന്ററിൽ നിന്നോ കോച്ചിൽ നിന്നോ അത് എഴുതി മേടിക്കണം. ഞാൻ നെക്സ്റ്റ് ലെവലിൽ പോവാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് 50% ഫുഡ് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ഐഡിയയിൽ എത്ര വോളിയം നടന്നാലാണ് എനിക്ക് 50% ആവുക. ഈ ഒരു അവയർനെസ് ഉണ്ടായാലാണ് നമ്മളെ താഴെ വരുന്ന ആളുകളെയും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിന്റെ സെഷൻ വരുന്ന സമയത്ത് കുറെ ആളുകൾ സ്ഥിരമായിട്ട് കയറുന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ താഴെയുള്ള ആളുകളെ കറക്റ്റ് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് കൊണ്ടുവന്നിട്ട് വളർത്തേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി സിസ്റ്റത്തിൽ ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ ഓരോരുത്തരുടെ താഴെ എത്ര ഐഡിയ ഇല്ല എന്നുള്ളത് പിന്നെ ഓരോരുത്തർ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇതേപോലത്തെ സൂം വരുമ്പോ അതിന്റെ ഉള്ളില് നമ്മളെ പീപ്പിൾസിനെ കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അൻസാർക്ക് ആർക്കെങ്കിലും എക്സ്ക്യൂസ് തന്നിട്ടുണ്ടോ? ട്രെയിനിങ്ങിന്റെ കാര്യത്തിലോ സെക്ഷന്റെ കാര്യത്തിലോ ആർക്കും ഒരു എക്സ്ക്യൂസും തരാത്ത, എനിക്ക് പോലും എക്സ്ക്യൂസ് തരാത്ത ഒരു ലീഡറിന്റെ താഴെയാണ്. അതേപോലെ നിങ്ങളുടെ താഴെയുള്ള ആളുകൾ ജയിക്കണം, അവർ പണം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് യാതൊരുവിധ എക്സ്ക്യൂസും കൊടുക്കാൻ പാടില്ല. ജെനുവിൻ റീസൺ ആണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇതേപോലെ കുറച്ച് സമയമുണ്ട്. ഞാനിപ്പോ ഇന്ന് എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ബ്രദർ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഫ്രീ അല്ല. 2-3 വർഷത്തിന് ശേഷം എന്റെ ബ്രദർ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഫ്രീ അല്ല, നാളെ ഞാൻ ഫ്രീ അല്ല. കാരണം എനിക്ക് ഹെർബാലൈഫാണ് വലുത്, എനിക്ക് ഹെർബാലൈഫ് ഫാമിലിയാണ് വലുത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഹെർബാലൈഫിന് കൊടുത്തിട്ടാണ് ഞാൻ എന്റെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുള്ളൂ. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് എന്നെ വളർത്തിയത് ഹെർബാലൈഫാണ്. സീറോയിൽ നിന്ന് ഞങ്ങളെ ഹീറോ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹെർബാലൈഫാണ്. ആ നന്ദി ഞങ്ങൾ എന്നും മരണം വരെ ഹെർബാലൈഫിനോട് കാണിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹെർബാലൈഫിലുള്ളവർക്ക് തന്നെയാണ്. അത് ഇതിൽ കുറെ ആൾക്കാർക്ക് അറിയാം.
അപ്പൊ അതുകൊണ്ട് പല കല്യാണങ്ങൾ ഉണ്ടാവാം, ഫംഗ്ഷൻ ഉണ്ടാവാം, പല പല പ്രോഗ്രാമുകൾ ഉണ്ടാവാം. എന്നാൽ പോലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഹെർബാലൈഫിന് കൊടുക്കുക. കാരണം ഹെർബാലൈഫില് സ്റ്റേ ചെയ്തവര്, ഹെർബാലൈഫിനെ വിശ്വസിച്ച്, ഹെർബാലൈഫിന്റെ പ്രോഡക്റ്റ് വിശ്വസിച്ച് സ്നേഹിച്ചവരെ മാർക്കീസ് ഒരിക്കലും കാണാതിരിക്കൂല. എന്നല്ലെങ്കിൽ നാളെ പ്രസിഡന്റ് ടീം ആവുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോറി വേണം. ആ സ്റ്റോറി പറയാനുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾ പ്രസിഡന്റ് ടീമായിട്ട് കയറിയ താഴെയുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് മാത്രമായിട്ട് എടുക്കപ്പെട്ട ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ. ഓക്കെ, പിന്നെ നാജിയാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. നാളത്തെ ബിസിനസ് ബിൽഡേഴ്സ് സ്കൂളിൽ നിന്ന് തന്നെ അവിടെ പോയിട്ട് സ്റ്റേ ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പുലർച്ചെ അവിടെ നിന്ന് തന്നെ അവിടെ എറണാകുളം പോയിട്ട് സ്റ്റേ ആയിട്ടുണ്ട്. അപ്പോ എല്ലാവരും തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ജയിക്കാനാണ് വന്നിട്ടുള്ളത്, ജയിക്കാനുള്ള ആക്ടിവിറ്റി ചെയ്യണം. ഞാനും ഹെർബാലൈഫ് ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ചോറും കറി ഉണ്ടാക്കിയിട്ടൊന്നും ഹെർബാലൈഫിൽ ജയിക്കാൻ പറ്റില്ല. ഹെർബാലൈഫ് ആണെന്നുണ്ടെങ്കിൽ പീപ്പിൾ ബിസിനസ് ആണ്, ഇൻവിറ്റേഷൻ കൊടുത്തോണ്ടിരിക്കണം, പീപ്പിൾ അതിനെ കണ്ടോണ്ടിരിക്കണം. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിരന്തരം പഴയ ഫ്രണ്ട്സുകളെ അല്ലെങ്കിൽ റിലേഷൻസ് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കണം. നമ്മളെ സ്കില്ല് എടുത്തിട്ട് വർക്ക് ചെയ്യണം. സ്കില്ല് എല്ലാവർക്കും അത്യാവശ്യം സ്കില്ലുണ്ട്. സ്കില്ലില്ലാതെ ആരെയും ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. നല്ല സ്കില്ലുണ്ട് എല്ലാവർക്കും. ആ സ്കില്ല് എടുത്ത് വർക്ക് ചെയ്താൽ മാത്രം തന്നെയാണ് ഹെർബാലൈഫിൽ ജയിക്കാൻ പറ്റുന്നത്. ഹലോ, വോയിസ് കട്ടായ? അപ്പൊ എല്ലാവർക്കും അഷ്റഫ് ഖാൻ മാഡം സംസാരിച്ചോളൂ. 4 മിനിറ്റ് ഉണ്ട്. ഒന്ന് അടുത്തേക്ക് ബൂത്തേക്ക് പോകുമ്പോ ശബ്ദം കുറയുന്നുണ്ട്. അടുത്തേക്ക് സംസാരിക്കും. എല്ലാവർക്കും നല്ല സ്കില്ലുണ്ട്. നല്ല സ്കില്ലെടുത്ത് വർക്ക് ചെയ്യാം. ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ സ്കില്ലുണ്ട്. എന്താ പറയാ, നമ്മൾ സ്കില്ലെടുത്താൽ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പഴയ മൈൻഡിൽ ഇരുന്നാലൊന്നും ജയിക്കാൻ പറ്റില്ല. സ്കില്ലെടുത്ത് വർക്ക് ചെയ്തവർ ഇതുവരെ ചെയ്ത വർക്ക് നമ്മൾ ജയിച്ചിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് മാറി ചെയ്തേ പറ്റൂ. ഇതുവരെ എന്താണോ ചെയ്തത് അതിൽ നിന്ന് എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റി പിടിക്കണം. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, എന്നാൽ ബാങ്ക് ബാലൻസ് ഉണ്ടാവാനുള്ള വർക്ക് ചെയ്യണം. അപ്പോ സ്കില്ലിൽ ഇനിയും ഒരു 1% ഓരോ ദിവസം 1% വെച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുക. അത് സംസാരത്തിലാവട്ടെ, ഈ 2025 ഒരുപാട് പേരുടെ ലെവൽ ചേഞ്ച് ആവണം. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. എല്ലാവരുടെയും വോളിയം ഈ മന്ത് ലാസ്റ്റ് നിങ്ങളെ വോളിയം ബിസിനസ്സിൽ കാണിക്കണം. എല്ലാവരും ടൂറിന്, രാജ് സാറിന്റെ ടൂറിന് ആദ്യം തന്നെ അച്ചീവ് ആവാതിരിക്കരുത്. ബൈ. Thank you, ma'am. Thank you, ma'am. Recording stopped.